മേയർ ഉണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലും KSRTC ബസ്സുകളിലും പോസ്റ്റർ. ആര്യ കൊച്ചമ്മയ്ക്ക് കലി ഇളകാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പോസ്റ്റർ ഇളക്കാൻ 4 പാടും അടിമകളെ ഇറക്കി ആര്യ. KSRTC ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ വിഷയം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസും BJPയും വിഷയത്തിൽ മേയർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മേയർ അധികാരത്തിന്റെ ഹുങ്കിൽ KSRTC ഡ്രൈവറുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയെന്ന പ്രചാരണമാണ് പാർട്ടികൾ ഉയർത്തുന്നത്. നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പരസ്യമായി ഇപ്പോൾ പ്രതിഷേധ രംഗത്തുണ്ട്. നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന KSRTC ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത്. മേയർ ഉണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിച്ചത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി. മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക. ഓവർടേക്ക് ചെയ്യരുത്. മേയറും കുടുംബവും സമാധാനത്തോടെ സഞ്ചരിക്കട്ടെ. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസുകാർ നൽകുന്ന ഉപദേശം. മേയറെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരം. മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തുമെന്നും മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കുമെന്നും ഡ്രൈവർ യദുവിന് നീതി കിട്ടും വരെ പോരാടുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഒരു പാവം ചെറുപ്പക്കാരനെതിരെ മേയർ ലൈംഗികാതിക്രമം അടക്കമുള്ള കളവാണ് പറയുന്നതെന്നും ഇവർ ആരോപിച്ചു. അതേസമയം വിഷയം രാഷ്ട്രീയമായി മേയർക്കെതിരെ ഉപയോഗിക്കാൻ BJPയും കളത്തിലുണ്ട്. ഡ്രൈവറുമായുള്ള തർക്കം ഇന്നത്തെ കോർപ്പറേഷൻ കൗൺസിലിൽ BJP കൗൺസിലർമാർ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് യോഗത്തിൽ വലിയ ബഹളമുണ്ടായി. എന്നാൽ അപ്പോഴും കയ്യൂക്കും ധാർഷ്ട്യവും കാണിക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. ആരുണ്ടെന്നുള്ള അഹങ്കാരത്തിലാണ് ഈ ധാർഷ്ട്യമെന്ന് മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ ഉണ്ടെന്നുള്ള അഹങ്കാരമാണെങ്കിൽ അതുടനെ തീരാറായി എന്നാണ് മേയർക്കുള്ള മറുപടി വരുന്നത്. ഏതായാലും പിണറായി പോലീസ് ആര്യ രാജേന്ദ്രനെ തഴുകുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഡ്രൈവറും മേയറുമായി നടന്ന വാക്പോരിൽ മേയർക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന പോലീസ് നിലപാടിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി ഡ്രൈവറും രംഗത്ത് വന്നിട്ടുണ്ട്. അയാളും വിടാൻ ഒട്ടും ഒരുക്കമല്ല. കാരണം തനിക്കെതിരെ ഇത്തരത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് മേയർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് യദു പറയുന്നു. പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയിൽ തന്നെയാണ് തന്റെ അഭയമെന്ന് യദു പറയുന്നു. പോലീസ് മേയറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏമാന്മാർക്ക് സഖാത്തിയെ തൊടാൻ പേടി, അതാണ് കാരണം. കേസെടുക്കാത്തതിന് പോലീസ് പറയുന്ന ന്യായമാണ് കോമഡി. ആദ്യം കേസ് ഫയൽ ചെയ്തത് മേയറാണെന്നും ഇതിനെ പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ കേസെന്നുമാണ് പോലീസ് പറയുന്നത്. ഇത് കളവാണെന്നതിന് പല തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് നൽകിയ പരാതിയുടെ ഫോട്ടോ യദു മൊബൈലിൽ എടുത്തിരുന്നു. ഇതെല്ലാം കോടതിയെ അറിയിക്കാനാണ് നീക്കം. KSRTC ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കി വിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ KSRTC പരാതി നൽകിയിട്ടില്ല. ഇതോടെ ഈ വിഷയത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസ് കേസ് എടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യദു പ്രതികരിച്ചത്. തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു. MLA തന്റെ പിതാവിനെ വിളിക്കുകയും ജോലി തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 15ഓളം യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടു. ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞതെങ്കിൽ കേസ് എന്താകുമായിരുന്നുവെന്നും യദു ചോദിച്ചു. അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തിയതെന്നും യദു വിമർശിച്ചു. മേയറുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട തന്റെ സുഹൃത്തുക്കൾ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും എന്നാൽ ഇവിടെ ഗുണ്ടായിസമാണ് ഉണ്ടായതെന്നും യദു പറയുന്നു. എന്നാൽ പോലീസ് കിടന്നങ്ങ് മെഴുകുകയാണ് ആര്യയ്ക്ക് വേണ്ടി. മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മേയറുമായുള്ള പ്രശ്നത്തിൽ KSRTCയിൽ താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെതിരെ കേരളക്കാരെ ഒന്നാകെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്.